ഫ്രണ്ട്സ്, കനേഡിയൻ പ്രവാസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ കാനഡ എത്തി. ഇന്നിപ്പം സിൻ നമ്പർ എടുക്കാൻ പൊക്കോണ്ടിരിക്കും. ഒടുക്കത്തെ തണുപ്പാണ് കേട്ടോ. ഒടുക്കത്തെ തണുപ്പ് എനിക്ക് ഭയങ്കര തണുപ്പാണ്. ഇവിടെയുള്ളവർക്ക് ഇതിൽ തണുപ്പൊന്നും അല്ലെന്ന് തോന്നുന്നു. ഇവിടെ മഞ്ഞൊക്കെ വീണിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം ഞാൻ വരുന്നതിന് 2 ദിവസം മുമ്പ് -30 വരെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഇപ്പം എന്തായാലും 3-4 ഡിഗ്രിയൊക്കെ ഉള്ളൂ. പക്ഷെ ഭയങ്കര തണുത്ത കാറ്റാണ്, അല്ല ഒടുക്കത്തെ തണുത്ത കാറ്റുണ്ട്. അപ്പം വീടിനടുത്ത് തന്നെയാണ് സർവീസ് കാനഡ. അപ്പോൾ ഞാനിങ്ങനെ ഗൂഗിൾ മാപ്പിലൊക്കെ ഇട്ടിട്ട് നടക്കുകയാണ്. ഇനിയിപ്പോൾ എത്ര 100 മീറ്റർ കാണ്ടൊക്കെ കാണിക്കുന്നുള്ളൂ. ഇവിടെ അടുത്ത് തന്നെയാണ്. ഇതൊരു കോസ്റ്റൽ ഏരിയ ആണ്, അതുകൊണ്ട് തണുപ്പ് ഇച്ചിരി കൂടെ കൂടുതലാണെന്ന് തോന്നുന്നു. ഇവിടെ കണ്ട മഞ്ഞൊക്കെ വീണ് കിടപ്പുണ്ട്, ഫുള്ള് മഞ്ഞാണ്. ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അയ്യോ സഹിക്കാൻ മേല. ഇനി ആ മുഖത്ത് കിടന്ന വല്ലതൊക്കെ മേടിച്ചിട്ടുണ്ട്. മൂക്കൊക്കെ തണുത്ത് കട്ടയാകാൻ പോകാൻ തോന്നുന്നു. പിന്നെ സിൻ നമ്പർ എടുക്കേണ്ട പ്രോസസ്സൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താവേ. സിൻ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ജോലിക്ക് കയറാൻ പറ്റുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ കേട്ടോ, ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞ് വീണ് കിടപ്പുണ്ട്. അതാ കഴിഞ്ഞ ദിവസത്തെ -30 സമയത്ത് വീണ മഞ്ഞാണ്. ഇപ്പം ഇന്നലെ ഒന്നും ഞാൻ വന്നിട്ട് മഞ്ഞും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വേറെ ചെറിയ തണുത്ത കാറ്റുണ്ട്, അതോ സഹിക്കാൻ മേലാത്ത തണുത്ത കാറ്റ് മുഖത്തോട്ട് അടിച്ചു കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ എൻ്റെ പൊന്നോ. കേട്ടോ റൈറ്റ്, എനിക്ക് കാണാൻ വീണ് കിടപ്പുണ്ട്. നേരെ ഫ്രണ്ടിൽ കാണുന്നതാണ് സർവീസ് കാനഡ. അവിടെ നിന്നാണ് നമ്മൾ സിൻ നമ്പർ എടുക്കുന്നത്. അവിടെ സ്കൂൾ ബസ്സൊക്കെ പോകുന്നുണ്ട്. പഴയ ടൈപ്പ് സ്കൂൾ ബസ്സാണ്. നമുക്ക് നേരെ ഇതിൽ ഈ സൈഡിൽ കൂടെ പിടിച്ചങ്ങ് പോവാം. വണ്ടിയൊന്നും കാണാനില്ല, അതുകൊണ്ട് ക്രോസ് ചെയ്ത് കയറാമല്ലേ. ഇതാണ് കേട്ടോ സർവീസ് കാനഡ. ഇനി നമുക്ക് സിൻ നമ്പർ എടുക്കുന്ന പ്രോസസ്സൊക്കെ ഞാൻ പറഞ്ഞു തരാവേ. ഇതിൻ്റെ ഏത് ഭാഗത്താണ് ഡോറ് നടന്നു വന്നതുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല. ഇതൊരു ഉൾപ്രദേശം ആയതുകൊണ്ട് ഇനി വണ്ടി ലൈസൻസ് ഒന്നും ഇല്ലാതെ പറ്റൂല. ഇനി വേഗം തന്നെ ലൈസൻസ് എടുക്കാനുള്ള സെറ്റപ്പൊക്കെ നോക്കണം. അപ്പോൾ അകത്ത് ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ എന്താ അവിടുത്തെ പ്രോസസ്സ് എന്ന് പറയാവേ. ഇതിൻ്റെ ഉള്ളിലൊന്നും ഒറ്റ മനുഷ്യനില്ല, ആകെ ഒരു സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സർവീസ് കാനഡയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഒരു 2 മിനിറ്റ് പോലും എടുത്തില്ലെന്ന് തോന്നുന്നു സിൻ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ല, അതിനകത്ത് ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കയറി ചെന്നപ്പോൾ ആ സെക്യൂരിറ്റി ഇച്ചിരി റൂഡൊക്കെ ആയിരുന്നു, എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. റൂഡല്ല, പുള്ളിക്കാരുടെ ഡ്യൂട്ടിയാണെന്ന് തോന്നുന്നു. പുള്ളിക്കാർ നമ്മുടെ എന്താ പറയുക, അവിടെ എഴുതിയിരിക്കുന്ന സാധനം വായിച്ചോ, മാസ്ക് എവിടെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം വേറെ വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ ചെന്നു. അവർ സിൻ നമ്പറിന് വേണ്ടി ചോദിക്കുന്നത് നമ്മുടെ വർക്ക് പെർമിറ്റ് ചോദിക്കുന്നുണ്ട്, അതുപോലെ പാസ്പോർട്ടും വർക്ക് പെർമിറ്റുമാണ് അവർ ചോദിച്ചത്. പിന്നെ ചോദിച്ചത് എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, വീടിൻ്റെ അഡ്രസ്സ്, അതും ചോദിച്ചു. വേറെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് കാര്യമായിട്ട് ചോദിച്ചില്ല അവർ. സംഭവം സിമ്പിളായിരുന്നു, വിചാരിച്ച പോലെ അത്ര ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നുമല്ല. ജസ്റ്റ് അവിടെ ഇരിക്കുന്നവരോട് അവർ ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സ് കൊടുത്താൽ മാത്രം മതിയായിരുന്നു. സിൻ നമ്പർ കിട്ടി. ഇനിയിപ്പം ബാങ്ക് അക്കൗണ്ട് തുറക്കണം. അത് സ്കോഷ്യ ബാങ്കിൽ എടുക്കാമെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞത്. അവരൊക്കെ സ്കോഷ്യ ബാങ്കിലാണ് അക്കൗണ്ട് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയിട്ട് ന്യൂ കമറായിട്ടുള്ള ആളുടെ എന്തെങ്കിലും ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കണം. പിന്നെ എന്താ ഹെൽത്ത് കാർഡിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. അതൊക്കെ ശരിയാക്കണം. ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലാതെ വന്നതുകൊണ്ട് ഇനി ഇവിടെ ഉള്ളവരോടൊക്കെ ചോദിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എന്തായാലും ഞാൻ വർക്ക് ചെയ്യുന്ന ടിമ്മിൽ പോയിട്ട് അവിടുത്തെ മാനേജറെ കണ്ട് സംസാരിച്ചു. അപ്പോൾ എന്തോ ഓൺലൈൻ ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇതിന് വേണ്ടി, ടിമ്മിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരാഴ്ചയല്ല, എത്ര മണിക്കൂറത്തെ ക്ലാസ് ആണെന്ന് തോന്നുന്നു, വീഡിയോസോ അങ്ങനെ എന്തോ സെറ്റപ്പാണ്. ഇപ്പോൾ അത് ഇന്ന് രാത്രി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിയിന് നാളെ തൊട്ട് ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വേണം ഡ്യൂട്ടിയിൽ കയറാൻ വേണ്ടിയിട്ട്. ബാക്കി ഇന്നലെ രാത്രിയാണ് വന്നത്. ഒരു 9:30-10 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ റൂമിലെത്തിയത്.
നല്ല ഇരുട്ടായിരുന്നു, നല്ല തണുപ്പുമായിരുന്നു. അതുകൊണ്ട് വന്നിറങ്ങിയപ്പോഴത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ ചെല്ലുമ്പോൾ ഞാൻ വീടും ആ പരിസരമൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും മിനിഞ്ഞാന്നാണ് ഇവിടെ -30 വന്നത്. അപ്പോഴത്തെ മഞ്ഞാണ് ഈ കിടക്കുന്നതൊക്കെ കാണുന്നത് കേട്ടോ. ഫുള്ള് മഞ്ഞാണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. തണുപ്പിനെ ഒന്ന് സെറ്റായി വരണം. കുറച്ച് ദിവസം എടുക്കുമായിരിക്കും. നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ നിന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് തണുപ്പിലേക്ക് വന്നപ്പോഴത്തേനേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ജാക്കറ്റ് കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, വിൻ്റർ ജാക്കറ്റ്. ഈ ഒരു നോർമൽ ജാക്കറ്റേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർ പറഞ്ഞത് ഒരു 7 കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഈ -30 ടെമ്പറേച്ചർ വന്നതെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറേ ഉള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ഒരു വിൻ്റർ ജാക്കറ്റും വിൻ്റർ ബൂട്ടും വാങ്ങണം. അതുപോലെ ടിമ്മിൽ ഡ്യൂട്ടിക്ക് വരണമെങ്കിൽ ഒരു നോൺ സ്ലിപ്പറി ബ്ലാക്ക് ഷൂസ് വേണം. ഇപ്പോൾ അതും കൂടെ വാങ്ങണം. അപ്പോൾ എന്തായാലും ഭയങ്കര ക്വയറ്റായിട്ടുള്ളൊരു ടൗണാണ് കേട്ടോ. മറ്റ് ടൗണുകളെ പോലെ ഒന്നുമല്ല. ടൗണെന്ന് തന്നെ പറയാൻ പറ്റില്ല. എന്താ പറയുക, പ്രായമായ ആൾക്കാരൊക്കെയാണ് ഇവിടെ കൂടുതലെന്നാണ് പറഞ്ഞത്. ഇച്ചിരി ഉൾപ്രദേശമാണ്. നോവാസ്കോഷ്യയിലെ തന്നെ ഒരു ഉൾപ്രദേശമാണ്. ഉണ്ട് പുറയിലെ വീടുകളൊക്കെ ഉണ്ട്. എല്ലാം ഒരുപോലെ കോപ്പി അടിച്ച പോലത്തെ വീടുകളാണ്. എല്ലാം എന്താ പറയുക, തടിയും കൊണ്ടൊക്കെ ഉണ്ടാക്കിയ വീടുകളാണ് ഫുള്ള്. ഇപ്പം എന്തായാലും ഇവിടെ വീടുകളൊന്നും പോലും ഇല്ലാത്ത സ്ഥലത്ത് കൂടെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അടിപൊളിയാണ്. ഇനി ബാക്കി വിശേഷങ്ങൾ ഇനിയിപ്പോൾ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പോകുമ്പോൾ ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്താം. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യാം. തുടർന്ന് വീഡിയോസ് ഇടുന്നതായിരിക്കും ഓരോ കാര്യങ്ങൾ. ഒന്ന് സെറ്റായിട്ട് നമുക്ക് ഇവിടുത്തെ എന്താ പറയുക ലോക്കൽ അട്രാക്ഷൻസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. ഇന്ന് രാവിലെ എണീച്ചപ്പോൾ അത്യാവശ്യം ഒരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ മഴയൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. ഇപ്പോൾ സർവീസ് കാനഡയിലോട്ട് കയറുന്നതിന് മുമ്പ് നല്ല കാറ്റുണ്ടായിരുന്നു. കാറ്റടിക്കുമ്പോഴത്തേനും മൂക്കൊക്കെ അങ്ങ് തണുത്ത് മരയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വലിയ തണുപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇത് വന്നിട്ട് പിന്നെ ഇവിടെ നേരെ നോക്കിയാൽ കടലാണ്. അതുകൊണ്ട് കടലിൽ നിന്നുള്ള കാറ്റും കൂടെ അടിക്കുമ്പോഴത്തേനും നല്ല സുഖമാണ്. ഇവിടെ ഒരു ബോട്ടൊക്കെ കരയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മഞ്ഞ് വരാൻ വേണ്ടി വണ്ടി സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു വീട് കഴിഞ്ഞ് കുറച്ച് ദൂരം കഴിഞ്ഞിട്ടാണ് അടുത്ത വീടുകളൊക്കെ വന്നേക്കുന്നത്. ഇനിയിപ്പോൾ എന്നാലും ഞാൻ വീടിന് അവിടെ ചെന്നിട്ട് അവിടുത്തെ വീഡിയോസ് കാണിക്കാം കേട്ടോ. ഇതാണ് നടക്കുന്ന വഴിയൊക്കെ ഉണ്ടോ, ഒരുപാട് വീടുകളും കാര്യങ്ങളൊന്നുമില്ല. ഒരു നിശ്ചിത അളവിൽ അളന്നളന്ന് വെച്ച പോലെ വീടുകളാണ്. എല്ലാം മഞ്ഞ് കിടക്കുന്ന കേട്ടോ. വഴി തെറ്റിയിട്ടില്ല കേട്ടോ. ഈ താഴെ ചെന്നിട്ട് അടുത്ത റൈറ്റ് എടുത്ത് സ്ട്രേറ്റ് പോകുമ്പോഴാണ് വീട്. കടലേ ഉണ്ടോ, ഇതെന്താണ് പിന്നെ 3ാമത്തെ എക്സ്പീരിയൻസ് ആണ്. ആദ്യം ദുബായിൽ മണലിൽ കളിച്ചു, പിന്നെ കടലിൽ കിടന്ന് കളിച്ചു, ഇതേ ഇപ്പോൾ മഞ്ഞിൽ കിടന്ന് കളിക്കുന്നു. ദൈവമേ, പുതിയ ഓരോ എക്സ്പീരിയൻസസ്. എന്തായാലും കടലടുത്തതിനുണ്ട്. ഇനി മരുഭൂമി എവിടെയാണെന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചാൽ മതി. ആ കാണുന്നൊരു 5 സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ. പൈൻ ഗോൾഫ് അങ്ങനെ എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടാണ്. ഇതാണ് വീട്. സ്ട്രീറ്റ് ആണ് നെയ്ബർഹുഡ് കാര്യങ്ങളൊക്കെ. ഇനി ഒരു ഹോം ടൂർ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. എന്തായാലും ഇതിപ്പം തന്നെ നല്ല വലിയ ലോങ് വീഡിയോ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഹോം ടൂർ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാവേ.